ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് വിദ്യ. ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കോൺഫിഡൻസ് എവിടെന്നാ ഉണ്ടാവുക ശരിക്കും? അത് നമ്മൾ നന്നായി സംസാരിക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ നന്നായി ഡ്രസ് ചെയ്യുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ നന്നായി സ്റ്റൈൽ ചെയ്യുന്നത് കൊണ്ടാണോ, അതോ അല്ലെങ്കിൽ നല്ല ലുക്ക് ഉണ്ടായ കോൺഫിഡൻസ് ഉണ്ടാവോ? ഇതൊക്കെ കോൺഫിഡൻസ് ഉണ്ടാവാനുള്ള ഒരു ഫാക്ടർ ആയാലും ശരിക്കും കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ കടന്നു പോയിട്ടുള്ള വഴികളിലൂടെയും നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസുകളിലൂടെയും നമ്മളുടെ ജീവിതത്തിലുണ്ടായ പല സാഹചര്യങ്ങൾ മൂലമാണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്ത് കിട്ടുക? കൂടുതലായിട്ടുള്ള കോൺഫിഡൻസ്, എന്തിനേയും ഫേസ് ചെയ്യാന്നുള്ളത് കോൺഫിഡൻസ് കിട്ടുക. ലുക്കിന് കോൺഫിഡൻസ് ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളുടെ ലുക്ക് ഒന്ന് മാറിക്കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നുകൂടി കൂടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഞാൻ കുറെ കാലമായിട്ട് എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. ഈ ഹെയർ കട്ട് ചെയ്താൽ കുറച്ച് ലുക്കൊക്കെ മാറും. അപ്പൊ ഒരു പൊടിക്ക് കോൺഫിഡൻസ് എങ്ങാനും കൂടിയാലോ? ഇന്നത്തെ ഒരു ഹെയർ കട്ടിംഗ് വ്ലോഗാണ്. ചെറുപ്പത്തിലൊക്കെ 1, 2, 3, 4 അങ്ങനെ കണക്കിൽ എണ്ണാൻ കഴിയാത്ത വിധം അത്രയും എന്റെ ഹെയർ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇത് ഞാനല്ല കേട്ടോ വെട്ടിയത്, എന്റെ പേരൻസ് ആണ് വെട്ടി കളഞ്ഞിട്ടുള്ളത്. അവരുടെ ഇഷ്ടപ്രകാരം മുടി വെട്ടിയാൽ ഇനിയും നിറയെ വരുമെന്ന് പറഞ്ഞ് എല്ലാരും കൂടി, ഓൾമോസ്റ്റ് വലിയ റിലേറ്റീവ്സ് ഉണ്ടെന്ന് പറയാം, എല്ലാരും കൂടി വെട്ടി ഇപ്പൊ ഹെയർ എന്ന് പറഞ്ഞ തീരെ ഹെയർ ഇല്ലാത്തൊരവസ്ഥയിലായി. പക്ഷെ ഉള്ള ഹെയറിനെ കുറച്ചുകൂടി മോഡേൺ ആയിട്ട്, അല്ലെങ്കിൽ ഉള്ള ഹെയറിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്ന തോട്ട് എനിക്ക് ഇപ്പോഴാണ് ഉണ്ടായത്. എന്റെ ഹെയറിൽ ഇതുവരെ സ്ട്രൈറ്റനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യത്തിന് നല്ല രീതിക്ക് എന്റെ മുടി പോകുന്നുണ്ട്. ഇനി അതും കൂടി ചെയ്തിട്ട് ഉള്ള മുടി കൂടി കളയണോ എന്ന ആശങ്കയിലാണ് ഞാൻ പലപ്പോഴും ഉള്ളത്. ഞാൻ എന്റെ വീട്ടിനടുത്തുള്ള ഒരു പാർലറിൽ പോയിട്ടാണ് ആദ്യമായിട്ട് എന്റെ മുടി ഒന്ന് സ്റ്റൈൽ ചെയ്യുന്നത്, ഒരു ലെയർ കട്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വാസ് അമേസിംഗ് ആയിരുന്നു. എന്റെ ലുക്കിന് ആകെ മാറിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അപ്പൊ വിചാരിച്ചു, ഇനി ഞാൻ എപ്പോഴെങ്കിലും ഹെയർ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതേ ബ്യൂട്ടി പാർലറാണ് ഞാൻ പോകുന്നത്. ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്ന ബ്യൂട്ടി പാർലർ ഉള്ളത് നെന്മാറയിലാണ്. നെന്മാറ ബസ് സ്റ്റാൻഡിൽ നിന്നും തൃശൂർ റോഡിലേക്ക് പോകുന്ന വഴിയിലായിട്ടാണ് ഈ ബ്യൂട്ടി പാർലർ ഉള്ളത്. ഈ ബ്യൂട്ടി പാർലറിന്റെ ഓണർ വന്നിട്ട് ജെസ്സിയാണ്. സോ ഈ ബ്യൂട്ടി പാർലറിന്റെ പേര് ജെസ്സി ബ്യൂട്ടി പാർലർ ആൻഡ് ബൊട്ടീക്ക് എന്നുള്ളതാണ്. ഇവിടെ എല്ലാവരും ജെസ്സി ആന്റി എന്നാണ് വിളിക്കുന്നത്. ഞാനും ജെസ്സി ആന്റി എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇവിടെ പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നല്ലൊരു കമ്പനിയായി. ജെസ്സി ആന്റി സൂപ്പറാണ്, സൂപ്പർ കൂളാണ്, നന്നായി സംസാരിക്കാൻ നല്ല കമ്പനിയാണ്. അവിടെയുള്ള സ്റ്റാഫ്സ് ഒക്കെ വളരെ ഫ്രണ്ട്ലി ആണ്. സോ അവരുമായി സംസാരിച്ചങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമാണ്. നല്ല സർവീസാണ് തരുന്നത്. ഞാൻ ആദ്യം പോയപ്പോഴും ലെയർ കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ടൈം വന്നപ്പോഴും ലെയർ കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ആദ്യത്തെ ലെയർ കട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഞാൻ പോയപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തപ്പോൾ എൻ്റെ ലുക്ക് ആകെ ഒന്ന് മാറി. ഐ എം സോ ഹാപ്പി. ആകെ ഒരു ലുക്കിൽ ഒരു ചേഞ്ച്, ആകെ എന്റെ ഫേസ് മാറി. ഇത് ഞാനാണോ എന്നൊക്കെ തോന്നിയ ഒരു ഇതായിരുന്നു. ഹെയർ കട്ട് ചെയ്തപ്പോൾ എന്നെ ആകെ എന്റെ ലുക്കൊക്കെ മാറിയപ്പോൾ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ടൈം ഇനി എന്തായാലും ഒന്നും നോക്കണ്ട, ജെസ്സി ആന്റിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് എന്നെ വരണം എന്നുള്ള തീരുമാനമായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഡിസ്റ്റൻസിലാണ് ഈ ഷോപ്പ് വരുന്നത്. സോ ഞാൻ എപ്പോഴും വരുന്ന സമയത്ത് കൂടുതലായിട്ടും ഇടത്തേക്കാണ് വരുന്നത്. എന്റെ ഹെയറിൽ വന്നിട്ട് അധികം ഹീറ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് എന്റെ ഹെയർ പോകുന്നുണ്ട്. ഹെയർ ഒക്കെ ഓൾമോസ്റ്റ് കുറേയൊക്കെ പോയിട്ട് ഹെയർ വളരെ തിന്നായി മാറിയിട്ടുണ്ട്. ഹെയറിന്റെ വോളിയം കുറച്ചും കൂടി കാണിക്കാനെന്ന് വെച്ച് ലെയർ കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ ഹെയറിന് അതാണ് ആപ്റ്റ്. സോ ഞാൻ ലെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് അവിടെ പോയ സമയത്ത് ആദ്യം അവർ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല ഷാമ്പു, ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ജസ്റ്റ് അത് ഹെയർ ഒന്ന് റബ്ബ് ചെയ്ത് തന്നിട്ട് നെക്സ്റ്റ് ഹെയർ കട്ട് ഞാൻ പോകുന്നത്. ഹെയർ കട്ട് പോകുന്ന സമയത്ത് ജെസ്സി ആന്റിയുടെ ഒരു പ്രത്യേക ഹെയർ കട്ട് ഉണ്ട്. ഒരു 6 പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനുശേഷം ജെസ്സി ആന്റി ഹെയർ കട്ട് ചെയ്യും. ആൻഡ് ഹെയർ കട്ട് ചെയ്ത ശേഷം ഹെയർ ഒക്കെ ഒന്ന് റോൾ ചെയ്ത് വെക്കും. വെച്ച് കഴിഞ്ഞിട്ട് അവസാനം കാണുമ്പോൾ ആ ലുക്ക് ഇറ്റ് വാസ് അമേസിംഗ് ആണ്. ഗൈസ്, അപ്പൊ എന്റെ ഹെയർ കട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? അപ്പൊ ഞാൻ ബ്യൂട്ടി പാർലറിലെ ലൊക്കേഷനും കോൺടാക്ട് നമ്പറൊക്കെ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അടുത്തുള്ളവരാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം ഗൈസ്. ബൈ.